ഹായ് എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൂഗിളിൻ്റെ ഒരു അടിപൊളി സെറ്റിങ്സിനെ കുറിച്ച് പറയാനാണ്. ഈ സെറ്റിങ്സ് നമ്മൾ മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വെക്കണം. കാരണം യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഫോൺ തട്ടി പറിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഫോൺ വെക്കുമ്പം ഫോൺ വൈഫൈ കണക്ഷൻ നെറ്റ് കണക്ഷനൊക്കെ ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനെ കുറിച്ചുള്ള വിവരം നമുക്ക് കിട്ടത്തില്ല. ഈ രണ്ട് സെറ്റിങ്സ് ഫോണിന്റെ ഡേറ്റകൾ സേഫ്റ്റിക്ക് ഉപകാരപ്പെടുന്ന രണ്ട് സെറ്റിങ്സ് ആണ്. ഞാൻ ഈ പരിചയപ്പെടുന്ന സെറ്റിങ്സുകളെല്ലാം വളരെ ഉപകാരപ്പെടുന്ന സെറ്റിങ്സുകളാണ്. നിങ്ങൾ ഈ സെറ്റിങ്സുകൾ ഉറപ്പായിട്ടും ചെയ്ത് വെച്ചേക്കണം. നമുക്ക് നമ്മുടെ ഫോണാണ് സേഫ്റ്റി. നമ്മുടെ ഫുൾ ഡേറ്റകളും വീഡിയോസ്, നമ്മുടെ ഫോട്ടോസ് നമുക്ക് ഇന്ന് ഫോണാണ്. പല ഡേറ്റകളും ലീക്ക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഈ ഫോണിന്റെ സെറ്റിങ്സിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ ഡെയിലി ഇടുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കിട്ടാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക. നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ താഴോട്ട് നമുക്ക് ഗൂഗിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗൂഗിളിൽ നമുക്ക് ഓൾ സർവീസ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതായിട്ട് പോവുക. താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും തെഫ്റ്റ് പ്രൊട്ടക്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. തെഫ്റ്റ് പ്രൊട്ടക്ഷനകത്ത് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ കൊണ്ട് തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്കും ഓഫ്ലൈൻ ഡിവൈസ് ലോക്കും രണ്ടും ഓൺ ആക്കി വയ്ക്കുക. തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് ഒന്ന് ഓൺ ചെയ്യാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മളൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് ഓൺ ചെയ്യുക. ഈ ലോക്ക് എന്തെന്ന് വെച്ചാൽ, ഈ ലോക്ക് ആണെങ്കിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയാൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. ആ ലോക്ക് ആകുന്നത് എങ്ങനെ? നമ്മുടെ ഫോണിനകത്തുള്ള സെൻസറാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ഫോൺ ഷേക്ക് ആവുകയാണെങ്കിൽ ഫോൺ ലോക്ക് ആവും. പാസ്വേഡുകളും കൊടുത്താൽ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ. അടുത്ത് നമ്മൾ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് അതൊന്ന് ഓൺ ചെയ്യാം. ഇത് ഫുള്ളൊന്ന് വായിച്ച് നോക്കുക, അതൊന്ന് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് നമ്മുടെ നെറ്റും വൈഫൈ എല്ലാം ഓഫ് ചെയ്ത് വെക്കും. ഇതൊന്ന് ഓൺ ആക്കി വെച്ചാൽ മൊബൈൽ ഓട്ടോമാറ്റിക് അത് ഓഫ് ആയി പോകും. പിന്നെ നമ്മുടെ പാസ്വേഡ് കൊടുക്കാതെ മൊബൈൽ ഓൺ ആകത്തില്ല. ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ അറിയാത്ത നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ഉണ്ടാണ്. ഓക്കെ, ബൈ.